അനുഭവം വെച്ച് ഞാൻ പറയണം, എല്ലാവരോടും കൂടെ പറയണം. കരിഞ്ഞ ഫുഡ് നമ്മൾ അൽഫാമൊക്കെ കഴിക്കാം, അത് റെഗുലറായിട്ടൊന്നും കഴിക്കണ്ട കേട്ടോ. അൽഫാം അത് അധികം അവരോട് പറഞ്ഞാൽ മതി, അധികം കരിച്ചെടുക്കണമെന്നാ പറഞ്ഞത്. അൽഫാം എന്ന് പറയുന്ന ഈ ഒരു ഫാസ്റ്റ് ഫുഡിന് ഇത്രത്തോളം ദോഷമുണ്ട് എന്ന് ഇതുവരെ നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. കാരണം അൽഫാം എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഹെൽത്തിയാണ്, അത് ഓയിലി അല്ല, അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു ഞാനടക്കമുള്ള ആളുകൾ എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ശരിക്ക് അൽഫാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അൽഫാം എപ്പോഴും ഒരു കരിഞ്ഞ ടെക്സ്ചറിലായിരിക്കും നമുക്ക് അവൈലബിൾ ആകുന്നത്. ഏത് റെസ്റ്റോറൻറ്റ് പോയാലും അവരുടെ ആ ഒരു കുക്കിംഗ് സ്റ്റൈല് അങ്ങനെയാണ്. കാരണം കരിയിച്ചെടുക്കുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു അൽഫാമിനുള്ളത്. അപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള ഒരു അൽഫാം കഴിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് അതൊരു ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുമൂലം ക്യാൻസർ വരെ വരാനുള്ള കാരണം ആവുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സ്ഥിരമായി അൽഫാം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അതുമൂലമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാ യുവാക്കളും മസ്റ്റായിട്ട് ഇത്തരം ശീലത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ശീലം മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലൊരു നാളേക്ക് നല്ലൊരു ശരീരത്തിനായി നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.